വളരെ സന്തോഷവും അഭിമാനവുമാണ്. കാരണം ഇപ്പോഴ് ശുശ്രൂഷ ചെയ്യുന്ന ബിഷപ്പ് റിട്ടയർ ആകുന്നതിന് മുമ്പ് തന്നെ പിന്തുടർച്ച അവകാശമുള്ള സഹമെത്രാനെ കണ്ടെത്തുവാനും അദ്ദേഹത്തിന്റെ അഭിഷേകം ഇന്ന് നടത്തുവാനും പുതിയ ബിഷപ്പിന് തീർച്ചയായിട്ടും ഈ ശുശ്രൂഷയിലേക്ക് ബിഷപ്പ് വിൻസെന്റ് സാമുവലിന് കൂടുതൽ പരിചയപ്പെടുത്തുവാനും അതിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്യുവാനായിട്ടുള്ള നല്ലൊരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു. ദൈവ കൃപയുടെ അവസരമാണ്. ഈ മെത്രാഭിഷേക ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നവ അഭിഷിക്തനാകുന്ന പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലെ എല്ലാ ആശംസകളും നേരുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ തന്നെ. വിൻസെന്റ് സാമുവൽ പിതാവ് ഈ രൂപത തുടങ്ങിയ സമയം മുതൽ 29 വർഷം ഇപ്പോഴും പിതാവായിട്ട് അധ്യക്ഷനായിട്ട് നിൽക്കുകയാണ്. പിച്ചവെച്ച രൂപതയെ വളർത്തിയ ഒരു അവസ്ഥയിലേക്ക് കൂടി അദ്ദേഹം എത്തിച്ചിരിക്കുകയാണ്. പിതാവ് വളരെ താല്പര്യപൂർവ്വമാണ് നേരിയ രൂപതയെ ഇത്രയും കാലം നയിച്ചത്. പ്രാരംഭത്തില് എല്ലായിടത്തും ഉള്ളതുപോലുള്ള പ്രയാസങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങളുണ്ടെങ്കിലും പടിപടിയായിട്ട് രൂപതയെ വിവിധ മേഖലകളിലേക്ക് പടുത്തുയർത്തുവാനായിട്ട് അഭിയുടെ പിതാവിന്റെ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. വളരെയേറെ അൽമായർക്ക് പങ്കാളിത്തമുള്ള രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഈ രൂപതയിലുള്ളത്. അപ്പം തീർച്ചയായിട്ടും പിതാവിന് ഈ അവസരത്തിൽ നമ്മൾ നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നു. അദ്ദേഹം തുടങ്ങിവെച്ച കാര്യങ്ങൾ തുടരുവാൻ പുതിയ പിതാവിന് സാധിക്കും. ഈ രൂപതയുടെ ആരംഭം മുതൽ ഇപ്പോഴത്തെ ബിഷപ്പ് സ്ഥാനാരോഹണം നടത്തുന്ന സന്ദർഭം മുതലേ എനിക്ക് ഈ രൂപതയുമായി ബന്ധമുണ്ട്. സെൽവരാജ് അച്ഛനായിരിക്കുന്ന സമയത്ത് അച്ഛന്റെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി വീക്ഷിക്കാനായിട്ട് എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അഭിനന്ദ പിതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചുള്ള അനുഭവ സമ്പത്തുണ്ട്. ഈ എല്ലാ വിഭാഗത്തിലുള്ള ഇടവക സമൂഹവുമായി പൊതുസമൂഹമായും അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന്റെ അറിവ്, അദ്ദേഹത്തിന്റെ ഈ പ്രദേശത്തെ പറ്റിയുള്ള പ്രത്യേകമായ ആ ഒരു പരിചയം, അദ്ദേഹത്തിന്റെ ആഴമായ ആത്മീയത തീർച്ചയായും ഈ ഒരു കാലഘട്ടത്തിൽ ഈ രൂപതയ്ക്ക് നേതൃത്വം നൽകാൻ ഏറ്റവും പറ്റിയ ഒരു ഇടയനാണ്. സംശയം. അങ്ങയുടെ നല്ല വാക്കുകൾക്ക് നന്ദി. വളരെ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമാണ്. വിൻസെന്റ് സാമുവൽ പിതാവ് ഏതാണ്ട് 25 വർഷത്തിലധികമായിട്ട് തിരുവനന്തപുരം അതിരൂപതയിൽ നിന്ന് ഇത് നെയ്യാറ്റിൻകര രൂപത ഉടലെടുത്തത് മുതൽ അദ്ദേഹം ഇവിടെ സേവനമനുഷ്ഠിച്ചു. വളരെ ത്യാഗോജ്വലമായിട്ട് ഈ ഒരു രൂപതയെ പടുത്തുയർത്തി അതിന്റെ ഒരു പിന്തുടർച്ച അവകാശമുള്ള ഒരു മെത്രാനായിട്ട് സെൽവരാജ് പിതാവ് അഭിഷിക്തനാവുമ്പോൾ വളരെയേറെ പ്രതീക്ഷയാണ് ഉള്ളത്. തികഞ്ഞ ഒരു നല്ല അജപാലകനാണ് അദ്ദേഹം. അപ്പൊ എല്ലാവരെയും കോർത്തിണക്കി ഒരുമിച്ച് ചേർത്ത് ഇന്ന് പാപ്പ പറയുന്നത് പോലെ ഒരു സിനഡൽ സഭ രൂപീകരിക്കാൻ കെൽപ്പുള്ള ഒരു മെത്രാനെയാണ് നമുക്ക് സഹ മെത്രാനായിട്ട് ഇപ്പോൾ നെയ്യാറ്റിൻകരയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെയേറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു പിതാവാണ് അദ്ദേഹം. നെയ്യാറ്റിൻകര രൂപതയ്ക്ക് അത് വലിയൊരു ഉണർവ് ഉണ്ടാക്കുമെന്ന്